ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യേതു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് SSC റെയിൽവേ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു GK സെഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതെൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ മസ്റ്റായിട്ടും പാർട്ട് 1 കാണണം. അപ്പോൾ GKയിൽ സ്റ്റാറ്റിക് GK സീരീസ് ഉണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡാൻസസ് ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ പാർട്ട് 1 കാണാത്തവർ മസ്റ്റായിട്ടും കാണണം. പിന്നെ നമ്മൾ പഠിക്കുന്ന നോട്ട് എഴുതി കേട്ട് പഠിക്കുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് കാണാത്തവർ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ മറ്റേ വീഡിയോ ഉറപ്പായിട്ടും കാണാം. അപ്പോൾ ഒരു നോട്ട്ബുക്ക് സെറ്റ് ചെയ്തിട്ട് നോട്ട് എഴുതി പഠിക്കുക. അതിനോടൊപ്പം തന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോ കാണണം. ഒരു 20 മിനിറ്റ് ആയിരിക്കും. അത് കണ്ടിട്ട്, അതായത് നിങ്ങളാദ്യം ഇത് കേൾക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പ്രോസസ്സ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നുകൂടെ കാണുന്ന സമയത്ത് നമ്മൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ബേസിക്കലി നോക്കി എഴുതി പോലെ നമ്മുടെ റിട്ടൻഷൻ അല്ലെങ്കിൽ റിട്ടൈൻ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. അപ്പം കാണാൻ നേരം ഫസ്റ്റ് വീഡിയോ 20 മിനിറ്റ് കണ്ട് തീർക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഒന്നുകൂടെ അത് പ്ലേ ചെയ്തിട്ട് കണ്ട്, കാരണം കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രോസസ്സ് ആവും. നിങ്ങൾ ആദ്യം ഇത് കാണും, പിന്നെ കേൾക്കും. അപ്പോൾ മൂന്നാമതൊരു തേർഡ് സെറ്റ് ഓഫ് റിവിഷൻ എന്ന പോലെ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാവും. അപ്പോൾ നോട്ട്ബുക്ക് സെറ്റ് ചെയ്യുക, നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പം കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ക്ലാസിക്കൽ ഡാൻസസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് 4 എണ്ണം കഴിഞ്ഞായിരുന്നു. നമ്മൾ കുച്ചിപ്പുടി വരെ കഴിഞ്ഞായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡാൻസ് ഫോം നോക്കാം. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് ഒഡീസിയാണ്. അതായത് ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തനതായ ക്ലാസിക്കൽ ഡാൻസാണ്. നമ്മൾ മുമ്പ് ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസും നമ്മൾ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലേ. അപ്പം ബേസിക്കലി ഒരു ട്രെയിൻഡ് പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ട്രെയിനിങ് വഴി അച്ചീവ് ചെയ്തെടുക്കുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് പോലൊരു ഡാൻസ് ഫോമാണ് ഈ 8 ക്ലാസിക്കൽ ഡാൻസസും. ഇപ്പോൾ ഒഡീസിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഈ ഒഡീസി എന്ന് പറയുന്ന നൃത്തരൂപം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് എവിടെ നിന്നാണ്? കേവ്സ് ഓഫ് ഉദയഗിരി ആൻഡ് ഖണ്ഡഗിരി. അതായത് ഉദയഗിരി എന്ന് പറയുന്ന കേവ്സും ഖണ്ഡഗിരി എന്ന് പറയുന്ന കേവ്സും. ഈ ഉദയഗിരി എന്ന് പറയുന്ന കേവ് ആക്ച്വലി ഒഡീഷയുടെ നൃത്തരൂപമാണ് ഒഡീസി എങ്കിലും ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച ഉദയഗിരി എന്ന് പറയുന്ന കേവ്സ് മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിൽ വിദിശ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് എവിടെ? മധ്യപ്രദേശിലെ വിദിശ എന്ന് പറയുന്ന സ്ഥലത്തെ കേവ്സ് ആണ്. അല്ല, അവിടെയാണ് ഉദയഗിരി എന്ന് പറയുന്ന കേവ്സ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയും ഈ ഉദയഗിരി എന്ന് പറയുന്ന കേവിൻ്റെ മേക്കർ, അല്ലെങ്കിൽ ഇങ്ങനൊരു കേവ് കൺസ്ട്രക്റ്റ് ചെയ്തത് ഗുപ്ത ഡൈനാസ്റ്റിയുടെ ടൈമിലായിരുന്നു. കൺസ്ട്രക്റ്റഡ് ബൈ ആര്? ചന്ദ്രഗുപ്ത II. അതായത് വിക്രമാദിത്യ ചന്ദ്രഗുപ്ത. അപ്പോൾ ഇദ്ദേഹമായിരുന്നു ഏത് കേവിൻ്റെ മേക്കർ? ഉദയഗിരി എന്ന് പറയുന്ന മധ്യപ്രദേശിലെ വിദിഷ എന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ട ഉദയഗിരി കേവ്സിൻ്റെ മേക്കർ. ഇനി ഖണ്ഡഗിരി കേവ് എന്ന് പറയുന്നത് അത് ഭുവനേശ്വറിലാണ്. അതായത് ഇതിൻ്റെ സോഴ്സ് രണ്ടാമത് എടുക്കപ്പെട്ട ഖണ്ഡഗിരി എന്ന് പറയുന്ന കേവ്സ് അത് ഭുവനേശ്വറിനടുത്താണ്. ഭുവനേശ്വർ. അപ്പോൾ ഖണ്ഡഗിരി കേവ്സ് ബേസിക്കലി ഇറ്റ്സ് ബിലീവ്ഡ് ദാറ്റ് നമ്മളിവിടെ ഒരാളുടെ പേര് പറയുന്നില്ലേ, അതായത് ഈ ഡാൻസ് ഫോം മെയിൻലി ഇതിൻ്റെ ഇങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ല ആ ഒരു റീജൻ്റെ കലാരൂപമാക്കി മാറ്റാനായിട്ട് പ്രയത്നിച്ചത് ജെയിൻ കിങ് ഖേരവേല എന്ന് പറയുന്ന രാജാവാണ്. അപ്പോൾ ഖേരവേല ഒരു ജെയിൻ കിങ് ആയതുകൊണ്ട് ജെയിനിസത്തിൻ്റെ അസെറ്റിക്സ് ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അദ്ദേഹം മേക്ക് ചെയ്ത കേവാണ് ഖണ്ഡഗിരി എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ പേര് ഒഡീസി എന്ന പേര് വന്നത് ഒഡീസി ഡാൻസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, പണ്ട് സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ ഫോക്ക് ഡാൻസ് ആയിരുന്നു. പിന്നെ പതിയെ അതിനൊരു ഷെഡ്യൂളും പ്രോട്ടോക്കോളും ഒക്കെ ആയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് വഴി ട്രെയിൻഡ് ആയിട്ട് ആടുന്നതുകൊണ്ട് അതിന് പതിയെ പരിണാമം സംഭവിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലായതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒഡീസിക്കും അങ്ങനെ ഒരു പഴയകാല ചരിത്രം ഉണ്ടായിരുന്നു. അത് ഓർഡർ നൃത്യ എന്ന് പറയുന്ന ആ ലൊക്കാലിറ്റിയിൽ ആടിക്കൊണ്ടിരുന്ന ഒരു കോമൺ ഫോക്ക് ഡാൻസ് ആയിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ഖേരവേലയുടെ പ്രയത്നം മൂലം അതിനെ ഒരു ക്ലാസിക്കൽ ഡാൻസിൽ ഇന്ന് കാണുന്ന രീതിയിൽ നമ്മളായത് അങ്ങനെയാണ്. അപ്പോൾ ഓർഡർ നൃത്യ എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് ഫോം ഓഫ് ഡാൻസ് ആയിരുന്നു ഇത്. അതിൽ നിന്നുമാണ് ഒഡീസി ഉണ്ടായത്. അപ്പോൾ ഓർഡർ നൃത്യയിൽ നിന്നുമാണ് ഒഡീസി എന്ന് പറയുന്ന പേരുണ്ടായത്. ഈ ഓർഡർ നൃത്യ എന്ന് പറയുന്ന ഡാൻസ് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ 5th വേദ എന്നറിയപ്പെടുന്ന നാട്യശാസ്ത്രം എന്ന് പറയുന്ന ബുക്കിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്യശാസ്ത്രത്തിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവരെന്ന് പറഞ്ഞേ, നാട്യശാസ്ത്രം ആരുടെ അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൻ്റെ ഓതർ ആരായിരുന്നു? ഭരതമുനി. നാട്യശാസ്ത്രത്തിൻ്റെ ഓതർ ഭരതമുനി.
നിങ്ങളിത് കാണുമ്പോൾ തന്നെ പഴയ സെറ്റ് ഓഫ് കാര്യങ്ങൾ റിവൈസും കൂടെ ചെയ്തു പോക്കോണേ. ഭരതമുനി. ഓക്കെ അപ്പം നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ജെയിൻ കിങ് കേരവേലയാണ് ഈ ഡാൻസ് മെയിൻലി ഇങ്ങനൊരു കലാരൂപം ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടേത് മാത്രമാക്കണമെന്നൊരു ഉദ്ദേശത്തിൽ ഒരു റീജിയണൽ സ്പെഷ്യാലിറ്റി ആയിട്ട് ഈ ഡാൻസ് ഫോമിനെ മാറ്റാനായിട്ട് പരിശ്രമിച്ചതും നാടിൻ്റെ തനതായ കലാരൂപമാക്കി മാറ്റാൻ ഇതിനെ ഹെൽപ്പ് ചെയ്തതും ജെയിൻ കിങ് കേരവേലയുടെ ടൈമിലായിരുന്നു. അപ്പോൾ ആ പേര് നോട്ട് ചെയ്തോണം, ജെയിൻ കിങ് കേരവേല. പിന്നെ ഇത് ബേസിക്കലി ഈ ഡാൻസ് മിക്ക ഡാൻസസും ഞാൻ പറഞ്ഞില്ല ക്ലാസിക്കൽ ഡാൻസ് ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയോ പ്രതിഷ്ഠിച്ച് ആടുന്ന നൃത്തരൂപമായിരുന്നു. ഇതും വലിയ വ്യത്യാസമില്ല അത് തന്നെ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത് മഹാരിസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ആദ്യം പ്രൈമറിലി പ്രാക്ടീസ് ചെയ്ത ഡാൻസ് ഫോം ആയിരുന്നു. അതായിരുന്നു ഓർഡർ നൃത്യ. അതാണ് പിന്നെ ഇന്നത്തെ ഒഡീസിയ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം മഹാരിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു, ഏത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് മഹാരിസ് എന്ന് പറയുന്നത്? അതായത് ടെമ്പിൾ ഡാൻസേഴ്സ്. ഓരോ അമ്പലങ്ങളും തോറും കയറി ഇറങ്ങി അവിടുത്തെ ദേവനോ ദേവിക്കോ വേണ്ടി പ്രതിഷ്ഠിച്ച് ആടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫോക്സ് ഉണ്ട്, അവരെയാണ് മഹാരിസ് എന്ന് പറയുന്നത്. ടെമ്പിൾ ഡാൻസേഴ്സ് എന്ന് ആലോചിച്ച് വെച്ചത്. അപ്പോൾ അവർ ആദ്യം ഈ പറയുന്ന പോലെ ഒരു ആ അമ്പലത്തിലെ ദേവന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ആടുന്ന ഡാൻസ് ഫോം ആയിരുന്നു ഓർഡർ നൃത്യം. അത് ഇന്ന് കാണുന്ന രീതിയിൽ ഒഡീസിയായി. എസ്പെഷ്യലി ഈ ഖേരവേല എന്ന് പറയുന്ന രാജാവിൻ്റെ അണ്ടറിലായിരുന്നു ഇത് പാറ്റർണൈസ്ഡ് ചെയ്യപ്പെട്ടിരുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ കലാരൂപത്തെ പറ്റി മെയിൻലി ഇൻസ്ക്രൈബ് ചെയ്യുക സൺ ടെമ്പിൾസിൽ, കൊണാർക്കിലെ സൺ ടെമ്പിൾസിൽ ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒഡീസി എന്ന് പറയുന്നൊരു നൃത്തരൂപത്തിനെ പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ. അപ്പം സൺ ടെമ്പിൾസ് ഓഫ് കൊണാർക്കിനെ പറ്റി പറയുമ്പോൾ വേറെ 2 പോയിന്റും കൂടെ ആലോചിച്ച് വെച്ചോണം. ഒന്ന്, ഈ സൺ ടെമ്പിൾസ് കൊണാർക്കിലെ സൺ ടെമ്പിൾസ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടാണ്. 1984 യുനെസ്കോ അതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചു. അപ്പോൾ 1984 സൺ ടെമ്പിൾസ് ഓഫ് കൊണാർക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിലോട്ട് എൻ്റർ ചെയ്യപ്പെട്ടു. പിന്നെ ഈ സൺ ടെമ്പിൾസ് നിർമ്മിച്ചത്, അതായത് ആരായിരുന്നു സൺ ടെമ്പിൾസിൻ്റെ മേക്കർ, അതും കൂടെ നോട്ട് ചെയ്തോണേ. സൺ ടെമ്പിൾസ് മേക്ക് ചെയ്തത് കിങ് നരസിംഹ ദേവ 1. ഇപ്പോൾ കിങ് നരസിംഹ ദേവ 1 ആയിരുന്നു സൺ ടെമ്പിൾസിൻ്റെ മേക്കർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഓരോ ഡാൻസ് ഫോമിന് അതിൻ്റേതായ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഓരോ തീമും, അതായത് ഇപ്പോൾ രാധാകൃഷ്ണനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ ഒരു ഡാൻസ് ഡെപ്പിക്റ്റ് ചെയ്യും. അപ്പോൾ ഒഡീസി എന്ന് പറയുന്ന നൃത്തരൂപം ഏതാണ്? ഇറ്റ് സിംബലൈസസ് ദി എലമെൻറ്റ് ഓഫ് വാട്ടർ എന്ന മൂലകത്തെ കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഡാൻസ് ഫോം ആടിപ്പോകുന്നത്. ഓക്കെ, പിന്നെ ഏതൊരു ഡാൻസ് ഫോമിന് അതിൻ്റേതായിട്ടുള്ള ഫോമാറ്റ്സും കാറ്റഗറീസും കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒഡീസിയിൽ വരാൻ നേരം അതിന് 2 ബേസിക് പോസ്റ്റേഴ്സ് ഉണ്ട്, അതായത് 2 രീതിയിൽ ഈ നൃത്തം ആടാൻ പറ്റും. ഒന്ന് ചൗക്കും മറ്റൊന്ന് ത്രിഭംഗയും. അതായത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ ഈ മാസ്കുലാനിറ്റി ഫെമിനിനിറ്റി ഒക്കെ കാണിക്കുന്ന പല വേർഷൻസ് ഓരോ ഡാൻസിനും കാണും. മോഹിനിയാട്ടം എസ്പെഷ്യലി ലാസിയ സ്റ്റൈലിലായതുകൊണ്ട് അത് ഫെമിനിനിറ്റിയെ കാണിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് ഫോമിന് ഫെമിനിനിറ്റി മാത്രമല്ല മാസ്കുലാനിറ്റിയും ഡെപ്പിക്റ്റ് ചെയ്യുന്നൊരു ബേസിക് പോസ്റ്റർ ഉണ്ട്, അതാണ് ചൗക്ക്. എന്താണ് ചൗക്ക്? ഡെപ്പിക്ട്സ് മാസ്കുലാനിറ്റി, വേറാസ് ത്രിഭംഗ ഡെപ്പിക്ട്സ് ഫെമിനിനിറ്റി. ഈ 2 പോയിന്റും നോട്ട് ചെയ്തോണേ. അതായത് മാസ്കുലാനിറ്റി കാണിക്കുന്ന ഏത് പോസ്റ്റർ ഒഡീസിയിൽ ഏത് ഫോമാറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൗക്കാണ്. പിന്നെ ത്രിഭംഗ മെയിൻലി ഫെമിനിനിറ്റി കാണിക്കുന്ന ഫോമാറ്റാണ്. ഇനി ഇതിനെ തന്നെ മൊബൈൽ സ്കൾപ്ചർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ ഡാൻസ് ഫോം ആടുന്ന വ്യക്തി, എസ്പെഷ്യലി ത്രിഭംഗ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ ഡാൻസർ കോംപ്ലക്സ് അവരുടെ ബോഡി കൊണ്ട് തന്നെ കോംപ്ലക്സ് ജോമെട്രിക്കൽ ഷേപ്സ്, അതായത് ഡാൻസർ അവരുടെ ബോഡി കൊണ്ട് തന്നെ പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്സിന് രൂപം കൊടുക്കും. അതുവഴി ആ തീം ഏതാണോ, ഡാൻസ് ആടുന്ന കഥ ഏതാണോ, തീമാണോ അതിനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്സ് വരുന്നതുകൊണ്ട് അതിനെ മൊബൈൽ സ്കൾപ്ചർ എന്നും പറയുന്നുണ്ട് ഈ ഡാൻസിനെ, അതായത് ഡാൻസിൻ്റെ ഫോർമാറ്റിനെ. ഇനിയും നമ്മൾ പറഞ്ഞായിരുന്നു ഭരതനാട്യം അല്ലെങ്കിൽ ഭരതനാട്യത്തിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക്, അത് ഏത് പാട്ട് ആണ് ആ ഡാൻസിനെ അക്കമ്പനി ചെയ്യുന്നത്? ക്ലാസിക്കൽ മ്യൂസിക്കാണ്, നമ്മുടെ ശാസ്ത്രീയ സംഗീതമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസിക്കൽ മ്യൂസിക്കും പിന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കും ആയിരിക്കും മെയിൻലി അറിയാതെ, അതായത് കഥകളി സംഗീതം, പല ടൈപ്പ് ഓഫ് മ്യൂസിക് ഉണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ അകമ്പടിയോട് കൂടിയാണ് ഒഡീസി എന്ന നൃത്തം ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി നോക്കിക്കേ ഫേമസ് ഡാൻസേഴ്സ് ആരൊക്കെയാണ്? ഗുരു പങ്കജ് ചരൺ ദാസ്, ഗുരു കേളു ചരൺ മോഹപത്ര,
ആൻഡ് സോണൽ മാൻസിങ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, സോണൽ മാൻസിങ് ഒന്നിലധികം ഡാൻസ് ഫോമിൽ അല്ലെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു, ഒന്നിലധികം ഡാൻസ് ഫോമിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. സോണൽ മാൻസിങ് ആയിരുന്നു ആദ്യം ഭരതനാട്യം, കഴിഞ്ഞ വീഡിയോ കണ്ടവർ പറഞ്ഞേ, ഭരതനാട്യം എന്ന ഡാൻസ് ഫോമിലും അദ്ദേഹം പ്രാവീണ്യം കാണിച്ചിട്ടുണ്ട്. അപ്പം ഭരതനാട്യം ഡാൻസേഴ്സിൽ, അല്ലാതെ ഭരതനാട്യം എന്ന് പറയുന്ന ഡാൻസ് ഫോമിൽ മാത്രമുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ആദ്യമായിട്ട് പത്മശ്രീ കിട്ടിയ, അല്ലെങ്കിൽ ഒരു പത്മ അവാർഡ് കിട്ടിയത് സോണൽ മാൻസിങ്ങിനാണ്. അപ്പം എസ്പെഷ്യലി ഡാൻസേഴ്സിൻ്റെ പേര് പഠിക്കാൻ നേരം ഇങ്ങനത്തെ സമകാലിക പ്രസക്തിയുള്ള പേരുകൾ നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നെ അതല്ലാതെ ഈ 2 പേരും കൂടി നോട്ട് ചെയ്തോണം. ഇവർ ഷാരോൺ ലോവനും ആനന്ദിനി ദാസിയും. ഷാരോൺ ലോവൻ USA നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹം നമ്മുടെ കൾച്ചറിനെ പറ്റി കൂടുതൽ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി. പിന്നെ കാലക്രമേണ ഡാൻസ് ഫോമിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ആനന്ദിനി ദാസി എവിടെ നിന്ന് വരുന്നു? അർജൻറ്റീന. അപ്പോൾ ഈ പേരും ഒപ്പം സോണൽ മാൻസിങ് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. കാരണം ഇവർക്ക് 2 പേർക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ഡാൻസ് ഫോം നോക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബേസിക് സർക്കിളിൻ്റെ മുന്നോടിയായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സസ് പഠിച്ച കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബേസിക് സർക്കിൾസ് കാണും. അവിടെ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കാണും. അപ്പോൾ ബേസിക് സർക്കിളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടേതായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കി വെക്കും. നെക്സ്റ്റ് കംസ് ദ എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ ഇതിൻ്റെ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെയിൻസ് ലെവൽ കോച്ചിങ് ആയിരിക്കും. അവിടെയും നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കാണും. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ സൂപ്പർ ബാച്ച്. ഓരോ എക്സാമിന് മുന്നോടിയായിട്ട് ഇപ്പോൾ SSC CGL റെയിൽവേ ആണെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒരു മാസം എക്സാം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. അപ്പോൾ നിങ്ങൾക്കത് ഫർദർ ബൂസ്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ. ആൻഡ് ഫൈനൽ കംസ് ദ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, RIP എന്ന് പറയും. അപ്പോൾ RIPൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സെൽഫ് സ്റ്റഡി ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ പീക്ക് ലെവൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി കംസ് ദ മോക്ക് ഇൻ്റർവ്യൂ. എസ്പെഷ്യലി ബാങ്ക് എക്സാംസിനായിരിക്കും മോക്ക് ഇൻ്റർവ്യൂ ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അഡ്മിഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് കോച്ചിങ് നേടാവുന്നതാണ്. അപ്പം തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡാൻസ് ഫോം നോക്കാം. മണിപ്പൂരി. അപ്പോൾ പേര് തന്നെ ഉണ്ടല്ലോ, മണിപ്പൂരി ഏത് സംസ്ഥാനത്തിൻ്റെ തനതായ കലാരൂപമാണ്? മണിപ്പൂർ. ആൻഡ് ഈ ഓരോ ഡാൻസ് ഫോമിന് ഓരോ തീം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡാൻസ് ഫോമിൻ്റെ തീം എന്താ? ഇറ്റ് ഈസ് ദ സെലഷ്യൽ ഡാൻസ് ഓഫ് ശിവ ആൻഡ് പാർവതി. അതായത് മണിപ്പൂരി വാലീസിൽ ഗന്ധർവന്മാരോടൊപ്പം ഇവർ ആടുന്ന ഒരു പശ്ചാത്തലമാണ് മെയിൻലി മണിപ്പൂരി ഡാൻസിൽ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് വേറൊരു പോയിന്റും കൂടെ നോട്ട് ചെയ്തോണം, എംഫസിസ് ഓൺ ഡിവോഷൻ നോട്ട് ഓൺ സെൻഷ്വാലിറ്റി. അതായത് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ ഡാൻസ് കളിച്ചൊരു ഉന്മാദത്തിലെത്താമെന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയല്ല. പക്ഷെ കുറച്ചുകൂടെ ഡിവോഷൻ, നമ്മൾ കംപ്ലീറ്റ്ലി 100% നമ്മൾ ആടുന്നത് ആ ദേവനോ ദേവിക്കോ വേണ്ടി അർപ്പിച്ചുകൊണ്ടാണ്, അർപ്പണ മനോഭാവത്തോടു കൂടി കളിക്കുന്ന ഡാൻസാണ് മണിപ്പൂരി. ഒരു തരി പോലും സെൻഷ്വാലിറ്റി അതിൽ കാണില്ല. പിന്നെ നോക്കിക്കേ, വേരിയസ് ഫോംസ് ഓഫ് ദിസ് ഡാൻസ് ആർ രാസലീല, സങ്കീർത്തന ആൻഡ് താങ്ത. നോക്കിക്കേ, രാസലീല എന്നുള്ള ഫോർമാറ്റ് നോക്കി വെച്ചോണേ. രാസലീല എന്ന് പറയുന്ന ഫോർമാറ്റ് വേറൊന്നുമല്ല, ഇറ്റ് മെയിൻലി എന്ത്? രാധാകൃഷ്ണ ആൻഡ് ഗോപീസ്. അപ്പോൾ രാസലീലയിൽ മെയിൻലി ഡെപ്പിക്റ്റ് ചെയ്യുന്നതല്ല, കാണിക്കുന്നത് എന്ത്? രാധാകൃഷ്ണൻ അവരുടെ തീമായിരിക്കും അലോങ് വിത്ത് ഗോപീസ്. പിന്നെ സങ്കീർത്തന. സങ്കീർത്തനയിൽ നോക്കിക്കേ, സങ്കീർത്തനയിൽ മെയിൽ ഡാൻസേഴ്സ് പങ് ആൻഡ് കർത്തൽ, ഇത് രണ്ടും മണിപ്പൂരിൻ്റെ തനതായ ഇൻസ്ട്രുമെൻസ് ആണ്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യും. ആര്? മെയിൽ ഡാൻസേഴ്സ്. വൈൽ എപ്പോൾ ഡാൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഇൻസ്ട്രുമെൻസും അവർ പ്ലേ ചെയ്യും. അപ്പോൾ ആ ഒരു ഫോമാറ്റ് ആയിരിക്കും ഏത്? സങ്കീർത്തന എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ്ലി കംസ് ദ താങ്ത. താങ്തയിൽ വേറൊന്നുമില്ല, ബേസിക്കലി ബാറ്റിൽ സീൻസ് ആർ ഡിസ്പ്ലേഡ്. അതായത് ഇപ്പം ഏതൊരു തീം എടുത്താലും, ഇപ്പോൾ രാവണനും രാമനും വരുന്ന കേസാണെങ്കിൽ, അങ്ങനെ ആക്ച്വലി ഇതിന് ഉണ്ടോയെന്നറിയില്ല, ബട്ട് രാവണനും ഇപ്പം നമ്മുടെ കഥകളിക്കകത്താണെങ്കിൽ തന്നെ അവരുടെ യുദ്ധത്തിൻ്റെ ഫേസ് നമ്മൾ ഡ്രമാറ്റിക് കമ്പോണൻ്റ് വഴി അഭിനയിച്ച് കാണിക്കാറില്ല. അപ്പം ബാറ്റിൽ സീൻസ് ഇതിലും ഡ്രമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നൃത്തരൂപേണ കാണിക്കാറുണ്ട്. ബാറ്റിൽ സീൻസ് ആർ ഡിസ്പ്ലേഡ്. അപ്പോൾ ഇതിൻ്റെ 3 ഫോംസ് ആലോചിച്ച് വെച്ച് നോക്കണേ. ഏതൊക്കെയാണ്? രാസലീല, സങ്കീർത്തന ആൻഡ് താങ്ത.
ഓക്കെ, ഇനി ഇതിൻ്റെ മേജർ ഡിവിഷൻസ് നോക്കാം. മേജർ ഡിവിഷൻസ് ഓഫ് മണിപ്പൂരി ഡാൻസ് എന്ന് പറയുന്നത് ഒന്ന് ജോഗോയി, ഒന്ന് ചോളം. ഏതൊക്കെയാണ്? ജോഗോയും ചോളം. ഈ ജാഗോയി ആൻഡ് ചോളം. അപ്പോൾ ജാഗോയി എന്ന് പറയുന്ന ഡിവിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ബിലോങ്സ് ടു ലാസ്യ സ്റ്റൈൽ. ആൻഡ് ചോളമോ താണ്ഡവ സ്റ്റൈൽ. നമ്മൾ പറഞ്ഞായിരുന്നു ഈ വീഡിയോയുടെ, അതായത് ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു മസ്റ്റായിട്ട് കാണണം, അതും കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഈ ലാസ്യ താണ്ഡവ സ്റ്റൈൽ എന്താണെന്നുള്ളത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ലാസ്യ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫെമിനിനിറ്റിയെ കാണിക്കുന്ന ഒരു സ്ത്രീത്വം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് പെർഫോമൻസ് ആയിരിക്കും ലാസ്യ സ്റ്റൈൽ. അപ്പോൾ അതിനെ കാണിക്കുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ആയിട്ടുള്ള ജാഗോയി എന്ന് പറയുന്ന ഡിവിഷൻ. ആൻഡ് ചോളം എന്ന് പറയുന്നതോ അത് താണ്ഡവ സ്റ്റൈലാണ്. ഒരു ക്ലാസിക്കൽ ഡാൻസിന് ബേസിക്കലി 2 ആസ്പെക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒന്ന് ലാസ്യം, ഒന്ന് താണ്ഡവയും. അപ്പോൾ താണ്ഡവയിൽ കുറച്ചുകൂടി, താണ്ഡവ എന്ന് പറയുമ്പോൾ ഒരു ഡാൻസ് ഫോമിൻ്റെ റിതം ആൻഡ് മൂവ്മെൻറ്റ്, അത് ഏത് രീതിയിൽ ചലിക്കണം, ഏത് രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റെപ്സ് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ആസ്പെക്റ്റ് ആയിരിക്കും. ലാസ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡ്രമാറ്റിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും. മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. എസ്പെഷ്യലി പ്രൈമറി ഫോക്കസ് ഫെമിനിനിറ്റിക്കായിരിക്കുമേ. അപ്പോൾ ജാഗോയി ആൻഡ് ചോളം ആർ ദ 2 മേജർ ഡിവിഷൻസ് ഓഫ് മണിപ്പൂരി ഡാൻസ്. ഇനി ഇതിൻ്റെ ഫേമസ് ഡാൻസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. ഗുരു ബിപിൻ സംഘ, ഗുരു നാബ് കുമാർ, എൻ മാധവി ദേവി. പിന്നെ ജാവേരി സിസ്റ്റേഴ്സിൻ്റെ പേര് പ്രത്യേകം ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതും കൂടെ ആലോചിച്ച് വെച്ചേക്കണം. ആരൊക്കെ? നയന, സുവർണ, രഞ്ജന ആൻഡ് ദർശന. അപ്പോൾ ഗുരു ബിപിൻ സംഘ, ഗുരു നാബ് കുമാർ, എൻ മാധവി ദേവി ആൻഡ് ഫൈനലി കംസ് ദ ജാവേരി സിസ്റ്റേഴ്സ്. നയന. ആരൊക്കെയാണ് ജാവേരി സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്? നയന, സുവർണ, രഞ്ജന ആൻഡ് ദർശന. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 7ാമത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോം നോക്കാം. സട്രിയ ഡാൻസ്. സട്രിയ ഡാൻസ് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ആസാം. അപ്പോൾ ആസാമിൻ്റെ തനതായ കലാരൂപമാണ് സട്രിയ ഡാൻസ്. ആൻഡ് ഈ ഡാൻസ് ഫോം പ്യുവറായിട്ടുണ്ടായി വന്നതല്ല. ഇറ്റ്സ് ഫോംഡ് ആസ് എൻ അമാൽഗമേഷൻ ഓഫ് ഡാൻസ് ഫോം സച്ച് ആസ് ഒജാപാലി ആൻഡ് ദേവദാസി. ഇപ്പോൾ ഒജാപാലി അല്ലെങ്കിൽ ആൻഡ് ദേവദാസി എന്ന് പറയുന്ന 2 ഫോക്ക് ഡാൻസ് ഫോംസോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന കലാരൂപങ്ങൾ മെർജ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന നിലയിലുള്ള സട്രിയ ഡാൻസ് ആയത്. പിന്നെ ഇതാരാണ്? MS ശങ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഡാൻസ് ഫോം ഇന്ന് കാണുന്ന നിലയിലോട്ട്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന നിലയിലോട്ട് രൂപാന്തരം സംഭവിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. കാരണം ഇറ്റ് ഈസ് ജനറലി പെർഫോംഡ് ഇൻ ഗ്രൂപ്പ് ബൈ മെയിൽ മോങ്സ്. ഇതാലോചന. ബാക്കിയുള്ള ഡാൻസിലെല്ലാം മുന്നിട്ട് നിൽക്കുക അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫീമെയിൽ ഡാൻസേഴ്സ് ആണെങ്കിൽ സട്രിയ ഡാൻസ് മെയിൻലി പെർഫോം ചെയ്യുന്ന മെയിൽ മോങ്സ് ആണ്. ഇവരെ വിളിക്കുന്ന പേരെന്നാ? ഭൊഗോട്സ്. അതായത് ഭൊഗോട്സ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ എന്ന് പേര് വരുന്ന മെയിൽ മോങ്സ് ആണ് ഈ ഡാൻസ് ഫോം ആടുന്നത്. പിന്നെ MS ശങ്കർദേവിൻ്റെ പേര് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇദ്ദേഹം ആസാമിൻ്റെ ഒരു ട്രഡീഷണൽ ഡ്രമാറ്റിക് അല്ലെങ്കിൽ ഡ്രാമ ആർട്ട് ഫോം ഉണ്ട്. അതിൻ്റെ പേരാണ് അങ്കിയ നാട്ട്. അപ്പോൾ അങ്കിയ നാട്ട് എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ആസാമീസ് ലിറ്ററേച്ചറിനെ ബേസ് ആയിട്ടുള്ളൊരു ഡ്രമാറ്റിക് ആർട്ട് ഫോമാണ്. അതിന് രൂപം കൊടുത്തതും ആരാണ്? MS ശങ്കർദേവാണ്. അപ്പം നോക്കി വെച്ചോണം. അങ്കിയ നാട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡാൻസ് ഫോം അല്ല, അത് കുറച്ചുകൂടെ ഡാൻസ് ഫോമിൽ അങ്കിയ നാട്ടിനെ ബേസ് ചെയ്താണ് സട്രിയ ഡാൻസും വേറെ കുറേ ഫോക്ക് ഡാൻസ്. ആസാമിൻ്റെ ഫോക്ക് ഡാൻസിൽ ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് ആക്ച്വലി എന്താണ്? ഒരു ട്രഡീഷണൽ ഡ്രാമ അല്ല, ഒരു ആർട്ട് ഫോമാണ്, ഡ്രമാറ്റിക് ആർട്ട് ഫോമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ MS ശങ്കറിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞു അങ്കിയ നാട്ട് ബാക്കിയുള്ള ഡാൻസ് ഫോമിന്, അതായത് ഫോക്ക് ഡാൻസസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ നോക്കിയേ, നമ്മൾ പറഞ്ഞായിരുന്നു ഇത് അമാൽഗമേഷൻ ഓഫ് ഡാൻസ് ഫോംസ് ആണ്. ഒജാപാലി ആൻഡ് ദേവദാസി എന്ന് പറയുന്ന ഡാൻസ് ഫോമിൻ്റെ അമാൽഗമേഷൻ വഴി ഉണ്ടായതാണ് സട്രിയ ഡാൻസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് സ്റ്റാറ്റസ് കിട്ടുന്നത് 2000-ലാണ്. 2000 വർഷത്തിലാണ് ഇതിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് എന്നുള്ള ലേബൽ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിനും 2 മേജർ കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് പൗരുഷിക് ഭംഗി ആൻഡ് സ്ത്രീ ഭംഗി. അപ്പം പൗരുഷിക് ഭംഗി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എല്ലാത്തിലും ഒരു ഫെമിനിനിറ്റിയും മാസ്കുലിനിറ്റിയും കണ്ടൻറ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിനും ആ മേജർ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ പൗരുഷിക്, പേര് പോലെ തന്നെ പൗരുഷം. അപ്പോൾ എന്തിനെ കാണിക്കും? മാസ്കുലിനിറ്റി. പിന്നെ സ്ത്രീ ഭംഗിയോ? പക്ഷേ ഇത് ഏത് ഡാൻസ് ഫോമിൻ്റെ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കണം. അത് മാത്രമേ ഉള്ളൂ. പേര് കേൾക്കുമ്പോൾ ഇത് എന്ത് ഡെപ്പിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാണില്ല. പക്ഷേ ഇത് ഏത് ഡാൻസ് ഫോമിൻ്റെ മേജർ ഡിവിഷൻസ് ആണെന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ പൗരുഷിക് ഭംഗിയും സ്ത്രീ ഭംഗിയും ഒക്കെ സട്രിയ ഡാൻസിൻ്റെ മേജർ കാറ്റഗറീസ് ആണ്. ഇനി ഇതിൻ്റെ ഫേമസ് ഡാൻസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. രാമകൃഷ്ണ താലൂക്ദാർ ആൻഡ് കൃഷ്ണാക്ഷി കശ്യപ്. ഓക്കെ, ഇത് നോക്കി 8ാമത്തെ ആൻഡ് ലാസ്റ്റ്
സംഗീത നാടക അക്കാദമി അംഗീകരിച്ച ലാസ്റ്റ് ഡാൻസ് ഫോമാണ്, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ വരുന്ന ലാസ്റ്റ് ആളാണ് കഥക്. കാരണം നമ്മൾ 9 എണ്ണം മിനിസ്ട്രി ഓഫ് കൾച്ചറും കൂടെ ഒരെണ്ണം കൂടെ അംഗീകരിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് 9 എണ്ണം ഉണ്ടെന്ന് പറയുന്നെങ്കിലും സംഗീത നാടക അക്കാദമി 8 എണ്ണേ അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ലിസ്റ്റിൽ വരുന്ന നമുക്കിനി പഠിക്കാനുള്ള ലാസ്റ്റ് ആളാണ് കഥക്. അപ്പോൾ കഥക് ഒരു സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമല്ല, പകരം അത് പല സംസ്ഥാനങ്ങളിൽ കൊണ്ടാടുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ മെയിൻ കലാരൂപമാണ് കഥക്. അത് ഏതൊക്കെ സംസ്ഥാനത്താടുന്നത് നോക്കിയേ, UP, രാജസ്ഥാൻ, ഡൽഹി ആൻഡ് മധ്യപ്രദേശ്. ഈ സംസ്ഥാനങ്ങളിലായിരിക്കും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ കഥക് ഈസ് അസോസിയേറ്റഡ് വിത്ത് രാസ്ലീല ട്രഡീഷൻ. അതായത് കഥക് എന്ന് പറയാൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നു രാസ്ലീല ട്രഡീഷനെ പറ്റി. അതായത് രാധാകൃഷ്ണൻ തീമായിട്ടുള്ള ഒരു തീമിനെ കാണിക്കുന്ന ഒരു ഡാൻസ് ഫോം ആയിരിക്കും ഇതും. ഇതിനകത്തും അതിൻ്റെ ഒരു തീം വരുന്നുണ്ട്. കഥക് ഈസ് അസോസിയേറ്റഡ് വിത്ത് രാസ്ലീല ട്രഡീഷൻ. പിന്നെ കഥകിൻ്റെ പേരും ഡിറൈവ് ചെയ്യപ്പെട്ടത് ഓരോ ഡാൻസ് ഫോമിൻ്റെ പേര് ഡിറൈവ് ചെയ്ത് എഴുതിയെന്നാണ് ആലോചിച്ചോണേ. അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഭരതനാട്യം ത്തിൻ്റെ പേര് ഡിറൈവ് ചെയ്യപ്പെട്ടത് ഭരതമുനിയുടെ ഭരതത്തിൽ നിന്നാന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കഥകും പേരിൽ തന്നെ ഒരു കഥയുണ്ട്. അതായത് മലയാളികൾക്ക് വലിയ പാട് കാണില്ല. കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്ന് മീൻ ചെയ്യുന്ന വാക്കിൽ നിന്നുമാണ് കഥക്ക് ജന്മം കൊണ്ടത്. അതായത് ഒരു കഥ പറയുന്നു, ഡാൻസ് ഫോം വഴി ആ കഥ കാട്ടുന്നു എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് കഥക് ഒറിജിനേറ്റഡ് ആയത്. ഇനിയും ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ധ്രുപദ് ആൻഡ് തുംറി മ്യൂസിക്. നമ്മൾ നേരത്തെ മറ്റേ ഒഡീസി ഡാൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും ഡാൻസ് ആടുന്നതെന്ന്. അപ്പോൾ ഇവിടെ അത് ഏതാണ് വരുന്നത്? നമുക്ക് ആകപ്പാടെ കേട്ടുകേൾവി ഉള്ളത് ശാസ്ത്രീയ സംഗീതം, നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കും ഹിന്ദുസ്ഥാനി അല്ലെ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കും ആയിരിക്കും. ഇത് ഈ നോർത്തിലുള്ള തനതായ അല്ലെ ലോക്കൽ ഫോമാറ്റ്സ് ഓഫ് മ്യൂസിക്കാണ് ധ്രുപദ് ആൻഡ് തുംറി മ്യൂസിക്. അപ്പോൾ ഈ പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ആയിരിക്കും കഥക് ഡാൻസ് ആടുന്നത്. ഇതിനെ നാട്ട്വാരി ഡാൻസ് എന്നും അറിയപ്പെടുവേ. കഥക് ഡാൻസിനെ നാട്ട്വാരി ഡാൻസ് എന്നും അറിയപ്പെടും. പിന്നെ കഥക് ഡാൻസ്, നമുക്ക് ഈ ഡാൻസിനകത്ത് ഈ ജുഗൽബന്ദി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. നമ്മളിത് കണ്ടു കാണും, മിക്കപ്പോഴും നമ്മൾ കണ്ടു കാണും. പക്ഷേ ഇത് കഥക് എന്ന് പറയുന്ന ഡാൻസ് ഫോമിൻ്റെതാണ് എന്നൊരു ഐറ്റം കാണത്തില്ല. ഏതോ ഡാൻസിൽ കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് ജുഗൽബന്ദി എന്ന് പറയാം. കാരണം ജുഗൽബന്ദി എന്നുള്ള പേരും കേട്ട് കാണും. ഇത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡാൻസിനെ അക്കമ്പനി ചെയ്യാനായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കാണുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ധ്രുപദ് ആൻഡ് തുംറി മ്യൂസിക് പാടുന്നതിനോടൊപ്പം തന്നെ തബല ആർട്ടിസ്റ്റും ഡാൻസറും, ഡാൻസ് ആരാണോ പെർഫോം ചെയ്യുന്നത് ആ ഡാൻസറും, ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ട്. അപ്പോൾ ഡാൻസറിൻ്റേതായിട്ടുള്ള ഒരു ടാലൻ്റ് അവിടെ ചടുലമായ നീക്കങ്ങളിലൂടെ കാണിക്കും. അപ്പോൾ തബല ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും പെർഫോം ചെയ്യും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ പോകുന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എലമെൻ്റാണ് ജുഗൽബന്ദിയെ. അത് നമ്മൾ കണ്ടു കാണും, പക്ഷേ അത് കഥകിലാണെന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷേ ജുഗൽബന്ദിയാണ് ഈ ഡാൻസ് ഫോമിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതിലെന്താണ് പ്രത്യേകത? തബല ആർട്ടിസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ വാദ്യം കൊട്ടുന്നയാളും, എസ്പെഷ്യലി തബല ആർട്ടിസ്റ്റും ഡാൻസറും തമ്മിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനിയും ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്തേക്കണേ. ഇത് പ്യുവർ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് മാത്രമല്ല, ഇതിന് ഇറാനിയൻ ആൻഡ് മുസ്ലിം കൾച്ചറിലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മേജർ ഘരാനാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ ഡാൻസ് ഫോമിന് അതിൻ്റേതായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ മേജർ ഘരാനാസ് നമ്മൾ പറഞ്ഞ പോലെ പല സ്റ്റേറ്റിൽ ഇത് ഡാൻസ് ആടപ്പെടുന്നുമുണ്ട്. ഇതിന് ലക്നൗ ഘരാന, ജയ്പൂർ ഘരാന, റായിഗർ ഘരാന ആൻഡ് ഫൈനലി ബനാറസ് ഘരാന. നമ്മൾ പറഞ്ഞു പല സ്റ്റേറ്റിൽ ഇത് ഡാൻസ് ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ഓരോന്നും ആ സ്റ്റേറ്റിൻ്റെ റീജിയണൽ ഫോർമാറ്റും കൂടെ കാണും. ഓരോ സ്റ്റേറ്റിൽ ആടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ആ സ്റ്റേറ്റിൻ്റെ കൾച്ചറും കൂടെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് മെയിൻലി 4 ഡിവിഷൻസ് കാണും. അതൊക്കെയാണ് മേജർ ഘരാന എന്ന് പറഞ്ഞാൽ മേജർ ഡിവിഷൻസ്. ഏതൊക്കെ? പല സ്റ്റേറ്റിൽ ആടുന്നുണ്ട്. ലക്നൗവിൽ ലക്നൗ ഘരാന എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ ഈ ഡാൻസിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ജയ്പൂർ, രാജസ്ഥാനിലെ ആണ് ജയ്പൂർ. അപ്പോൾ ജയ്പൂർ ഘരാന, റായ്ഗർ ഘരാന ആൻഡ് ഫൈനലി ബനാറസ് ഘരാന. ഇത് മെയിൻലി 4 എണ്ണമാണ്. ഇത് മസ്റ്റായിട്ട് നോട്ട് ചെയ്തേക്കണം. ഇതായിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും ഈ ഡാൻസ് ഫോം നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ അത് ഈ ഫോർമാറ്റിൽ ഏതെങ്കിലും ഒന്നുവഴിയായിരിക്കും നമ്മൾ കാണുന്നത്. ഇനി നോക്കിക്കേ, ഫേമസ് ഡാൻസേഴ്സ് ആരൊക്കെയാണ് കഥക്കിൻ്റെ? പണ്ഡിറ്റ് ലച്ചു മഹാരാജ്, പണ്ഡിറ്റ് ബിർജു മഹാരാജ്, സിതാര ദേവി, പണ്ഡിറ്റ് ജയലാൽ,
ആൻഡ് പണ്ഡിറ്റ് സീതാറാം പ്രസാദ്. അപ്പോൾ ഓരോ ഡാൻസ് ഫോമിൻ്റെ ഡാൻസേഴ്സിനെ ഓർത്തിരിക്കാനായിട്ട് കഥക്കിൻ്റെ ഡാൻസ് ഫോമും മെയിൻലി നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത പേരുകളാണ്, അതായത് എല്ലാത്തിലും ഒരു പണ്ഡിറ്റ് കാണും അല്ലേ. അപ്പം ഈ പേര് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. ഈ പണ്ഡിറ്റ് ബിർജു മഹാരാജ്, പണ്ഡിറ്റ് സിതാര ദേവി, പണ്ഡിറ്റ് ലച്ചു മഹാരാജ് എന്നൊക്കെ പറയുമ്പോൾ അവർ കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പണ്ഡിറ്റ് എന്നുള്ള പേര് കാണുമ്പോൾ ഓഫ് കോഴ്സ് സീതാറാം പ്രസാദ്. അപ്പോൾ ഓരോ ഡാൻസ് ഫോമിൻ്റെ ഡാൻസേഴ്സിനെ ഓർത്തിരിക്കാനായിട്ട് കഥക്കിൻ്റെ ഡാൻസ് ഫോമും മെയിൻലി നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത പേരുകളാണ്, അതായത് എല്ലാത്തിലും ഒരു പണ്ഡിറ്റ് കാണും അല്ലേ. അപ്പം ഈ പേര് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. ഈ പണ്ഡിറ്റ് ബിർജു മഹാരാജ്, പണ്ഡിറ്റ് സിതാര ദേവി, പണ്ഡിറ്റ് ലച്ചു മഹാരാജ് എന്നൊക്കെ പറയുമ്പോൾ അവർ കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പണ്ഡിറ്റ് എന്നുള്ള പേര് കാണുമ്പോൾ ഓഫ് കോഴ്സ് കഥകാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. അപ്പം നമ്മുടെ മെമ്മറിയിൽ കുറച്ച് റിട്ടേൺ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം നെക്സ്റ്റ് കംസ് ദ ചൗ ഡാൻസ്. ഞാൻ പറഞ്ഞായിരുന്നു ചൗ ഡാൻസ് ആക്ച്വലി ഒരു സംഗീത നാടക അക്കാദമി അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അംഗീകരിച്ച ഡാൻസ് ഫോം അല്ല. പക്ഷേ മിനിസ്ട്രി ഓഫ് കൾച്ചർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ചൗ ഡാൻസിനെയും കൂടെ നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് അംഗീകരിക്കാം എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു ഫോക്ക് ഡാൻസ് ഫോമാറ്റ് ആയിരുന്നു. ഇപ്പോൾ ചൗ ഡാൻസും കഥകിനെ പോലെ ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം പ്രത്യേകതയല്ല, പകരം അത് ഏതൊക്കെ സംസ്ഥാനത്ത് ആടുന്നുണ്ട്? വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ആൻഡ് ജാർഖണ്ഡ്, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇത് ആടുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഇതിനും 3 സ്റ്റൈൽസ് ഉണ്ട്. 3 സ്റ്റൈൽസ് ഓഫ് ചൗ ഉണ്ട്, ചൗ ഡാൻസ്. ഒന്ന് പുരുളിയ ചൗ ഓഫ് വെസ്റ്റ് ബംഗാൾ. ഓരോ സ്റ്റൈലും ഏത് സംസ്ഥാനത്തിന് റിലേറ്റ് ചെയ്താന്ന് പഠിച്ചു വെച്ചോണേ. പുരുളിയ ചൗ ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? വെസ്റ്റ് ബംഗാൾ. അതായത് പുരുളിയ ചൗ എന്ന് പറയുന്ന ചൗ ഡാൻസിൻ്റെ ഫസ്റ്റ് ഫോർമാറ്റ് വെസ്റ്റ് ബംഗാളിൻ്റെതാണ്. ആൻഡ് സെറൈക്കേല ചൗ ഡാൻസ് ജാർഖണ്ഡിന്. ആൻഡ് ഫൈനലി മയൂർഭഞ്ച് ചൗ ഡാൻസ് ഓഫ് ഒഡീഷ. അപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ പുരുലിയ ചാവോ, ജാർഖണ്ഡിൽ നിന്ന് സെറൈക്കിലിയ ചാവോ, ആൻഡ് ഫൈനലി ഒഡീഷയിൽ നിന്ന് മയൂർഭഞ്ച് ചാവോ. ഇത് 3ഉമായിരിക്കും ചൗ ഡാൻസിൻ്റെ 3 സ്റ്റൈൽസ് അല്ലെങ്കിൽ 3 ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ ഫസ്റ്റ് 2 ഫോർമാറ്റിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഡാൻസർ നോക്കി ഈ പടത്തിൽ കാണുന്ന പോലെ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് ഡാൻസ് ഫോം ആടുന്നത്. പക്ഷേ മയൂർഭഞ്ചിനോ ആ ഒരു പ്രത്യേകതയില്ല. മയൂർഭഞ്ച് ആ മാസ്ക് ഇല്ലാതാണ് ഡാൻസ് ഫോം ആടുന്നതും അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള തീം ആടിക്കാണിക്കുന്നതും. ഇനി ഞാൻ പറഞ്ഞായിരുന്നു ചൗ ഡാൻസ് ഇനിഷ്യലി ഒരു ഫോക്ക് ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഫോക്ക് ഡാൻസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിലെ ആൾക്കാർ അല്ലെങ്കിൽ റീജിയനിലെ ആൾക്കാർ ആ ഒരു പ്രദേശത്തെ ഫെസ്റ്റിവല് ഒക്കേഷന് വരുമ്പോൾ അതിനോട് അകമ്പടിയായിട്ട് തുള്ളുന്ന അല്ലെങ്കിൽ കളിക്കുന്ന നൃത്തമായിരുന്നു ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞായിരുന്നു. ചൗ ഡാൻസ് ഇനിഷ്യലി ഒരു ഫോക്ക് ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത് ഏത് ഫെസ്റ്റിവലിൽ ഏത് ഒക്കേഷൻ്റെ സമയത്താണ് അവരുടെ അതാത് സ്റ്റേറ്റുകളുടെ സ്പ്രിംഗ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് കൊണ്ടാടുന്ന നൃത്തമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലാസ്റ്റ് നമുക്ക് ഫൈനൽ ഫേമസ് ഡാൻസേഴ്സ് നോക്കാം. കാരണം ഈ ഡാൻസ് ഫോമാറ്റിൻ്റെ മെയിൻ തീം ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ഫൈനലി ഫേമസ് ഡാൻസേഴ്സും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഫോക്ക് ഡാൻസസിലോട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫേമസ് ഡാൻസേഴ്സ് നോക്കിയേ. ഒന്ന് ശംഭുനാഥ് കർമാർക്കർ, ഹേമ മഹാത്തോ ആൻഡ് പരിമൾ ദുട്ട. പേര് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചൗ ഡാൻസ് ലേറ്റസ്റ്റിൽ, കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഒരു ഫോക്ക് ഡാൻസ് ഫോമായിരുന്നു. അത് പിന്നീട് ക്ലാസിക്കൽ ഡാൻസായിട്ട് കാലക്രമേണ രൂപാന്തരം സംഭവിച്ചതാണ്. അപ്പോൾ ഫേമസ് ഡാൻസേഴ്സിനേക്കാൾ ഉപരി നിങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റൈൽസും ഒപ്പം ഇത് ഏത് ഫെസ്റ്റിവലിലാണ് കൊണ്ടാടുന്നതും കൂടാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ അല്ലെങ്കിൽ പാർട്ട് 2 ഓഫ് ഡാൻസ് ഫോംസ് ഇന്ത്യ കഴിയാണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫോക്ക് ഡാൻസസ് ആയിരിക്കും. അപ്പം ഫസ്റ്റ് വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ടും കാണണം. സെക്കൻഡ് വീഡിയോ അതിനെ റിലേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും വായിച്ചിട്ട് നോട്ട് എഴുതി റിവിഷൻ ചെയ്തിട്ട് വരെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോക്ക് ഡാൻസസ് ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ പോകുന്നതിന് മുമ്പ് എല്ലാവരും റിവിഷൻ ചെയ്തിട്ട് മസ്റ്റായിട്ട് വരണം. കാരണം ക്ലാസിക്കൽ ഡാൻസ് ഒരു